Watch India's largest kids library only on Jio Hotstar. Download the app now. കൂട്ടുകാരെ, ഞങ്ങളൊരു ഈവന്റ് മാനേജ്മെന്റ് ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ബർത്ത്ഡേ പാർട്ടികളും കല്യാണ പാർട്ടികളും അങ്ങനെ വേണ്ട എല്ലാ പാർട്ടികളും നന്നായി നടത്തി തരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാർട്ടി നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് ഫോൺ ചെയ്യൂ. ആ പാർട്ടിക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ കുറഞ്ഞ പൈസ മാത്രം ഞങ്ങൾക്ക് തന്നാ മതിയാകും. പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. നിങ്ങളെ രണ്ടാളും ഞാൻ സഹായിക്കാം. ചിങ്കം സാറ് വരൂ. ഈ ശുഭമുഹൂർത്തത്തിൽ സാറ് വേണം റിബൺ കട്ട് ചെയ്യാൻ. എന്റെ അമ്മോ, ഞാൻ എന്തിനാ ഉദ്ഘാടനം ചെയ്യണം? ഞാൻ എപ്പൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നു അപ്പൊക്കെ എനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ റിബൺ കട്ട് ചെയ്യില്ല. ഞാൻ ഇന്ന് കേക്ക് കഴിക്കാൻ പോവാണ്. ചിങ്കം സാറ് ആ കേക്ക് കഴിക്കരുത്. ആ കേക്കിന്റെ അകത്ത് മുഴുവനും സോപ്പാണ് വെച്ചിരിക്കുന്നത്. പുറത്ത് മാത്രമേ ഐസിംഗ് ഉള്ളൂ. ചിങ്കം സാറ് അത് വെറും ഷോക്ക് വെച്ചിരിക്കുന്നതാണ്. സോപ്പ് കൊണ്ട് ആരെങ്കിലും കേക്ക് ഉണ്ടാക്കൂ? ഇന്നോ സാറേ, ഇത് കുടിക്കുക. എന്റെ അമ്മോ, എനിക്കെന്താ പറ്റിയത്? വാ തുറന്ന ബബിൾസ് ആണല്ലോ പോകുന്നത്. മൂട്ടുപത്രോ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് നിങ്ങളെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇത് കുടിക്കുക ചിങ്കം സാറേ, പെട്ടെന്ന് എല്ലാം ശരിയായിക്കോളൂ. ഇന്നോ താങ്ക് യു ഡോക്ടർ ചട്ക. എന്റെ അമ്മോ, മൂട്ടുപത്രോ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. കണ്ടോളാം. പൊളിച്ചെടുത്തല്ലോ. ഇങ്ങനൊരു സംഭവം എന്റെ 20 കൊല്ലത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ചിങ്കം സാറ്, മോട്ടു ഒരു സന്തോഷ വാർത്തയുണ്ട്. മേയർ സാറാണ് ഫോൺ ചെയ്ത് അദ്ദേഹത്തിന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിട്ടാ വിളിച്ചത്. ആണോ? പൊളിച്ചേ. അപ്പം നമ്മുടെ തുടക്കം തന്നെ മേയറിന്റെ അടുത്തു നിന്നാണല്ലോ. Happy birthday to you. Happy birthday to you. Happy birthday dear Vicky. Happy birthday to you. മോട്ടു പത്ലു, ഈ പാർട്ടി നിങ്ങൾ നന്നായി ഓർഗനൈസ് ചെയ്തു. താങ്ക് യു. എന്നാൽ അവരൊക്കെ എവിടെ? കുട്ടികൾക്ക് വേണ്ടി ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നില്ലേ? കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. അവരെ വേഗം വിളിക്കൂ. അവരോ മേഡം, അവരിപ്പോ ഇങ്ങെത്തും. ഹലോ, ആണോ? ആ, ഓക്കെ. മോട്ടു ആ ഡാൻസ് കളിക്കുന്നവര് വരില്ല എന്നാ പറയുന്നേ. ആ 2 പേർക്കും എന്തോ അസുഖാന്ന്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അയ്യോ, ഡാൻസ് നടന്നില്ലെങ്കിൽ പ്രോഗ്രാം കുളമാവുമല്ലോ. ഇവരെല്ലാവരും അവരെയും പ്രതീക്ഷിച്ചല്ലേ നിൽക്കുന്നത്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല പത്ലു. നീ എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ, എന്റെ കൂടെ വാ. ഇതെല്ലാം എടുക്കാം. ജോൺ, അവിടെ നിൽക്കേ. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. Stop, John. You are under arrest. ഡോണിനെ പിടിക്കാൻ നോത്തന്ത മക്കളെ, അത് നടത്തൂല. വലിയ വർത്താനമായിട്ട് അവൻ വന്നിരിക്കുന്നു. എന്റെ ഡയലോഗ് എതിരാടാ നീ പറയുന്നത്? നമ്പർ 1 നീ പറയടേ. ബോസിനെ പിടിക്കാൻ എളുപ്പവുമാണ്, ബുദ്ധിമുട്ടുമില്ല. മോട്ടു പത്ലു ഒരുപാട് പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. എടാ മണ്ടന്മാരെ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആരും അനങ്ങി പോകരുത്. നിങ്ങളുടെ കയ്യിലുള്ള ജ്വല്ലറി, പേഴ്സ് എല്ലാം എന്റെ ഈ ബാഗിനകത്ത് ഇടണം. വേഗം.
പൊളിച്ചെടുത്തല്ലോ. കൈ എങ്ങനെ പൊക്കിയിരിക്കുമ്പോ എനിക്ക് എങ്ങനെ പേഴ്സ് എടുക്കാൻ കഴിയാ? ശരി, അപ്പൊ കൈ താത്തിക്കോ. പേഴ്സ് വേഗം എടുക്ക്. കമോൺ, ഡു ഇറ്റ്. ഇലക്ട്രിക് വയറുകളിൽ തീ പിടിച്ചിരിക്കുന്നു. രക്ഷിക്കൂ, ആരെങ്കിലും ഫയർ എഞ്ചിന് ഫോൺ ചെയ്യൂ. മോട്ടു പത്ലു എന്തെങ്കിലും ചെയ്യേ, ഞങ്ങളെ രക്ഷിക്കണം. എന്റെ അമ്മോ! ഇയാള് നമ്മളെ രക്ഷിക്കല്ല ചെയ്യണത്, ഇയാള് നമ്മളെ മുകളിലേക്ക് പറഞ്ഞാക്കാനാ നോക്കണേ. ചിങ്കം സാർ, മോട്ടു നിന്റെ ഐഡിയ അടിപൊളി. ഞങ്ങള് രക്ഷപ്പെട്ടു, നന്ദിയുണ്ട്. ചിങ്കം സാർ വേഗം ഫയർ ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കൂ, വേഗം. മോട്ടു പത്ലു എന്തേലും ചെയ്. മോട്ടു ആദ്യം കുട്ടികളെ എടുത്തുകൊണ്ട് ഈ ബിൽഡിങ്ങിലേക്ക് നടന്നോ, വേഗം. വാ മക്കളെ, വേഗം വാ വാ, നമുക്ക് അവരുടെ പിന്നാലെ പോവാം. തീയാണെങ്കിൽ കത്തി പടരുകയാണ്. വായോ. പേടിക്കണ്ട, താഴോട്ട് നോക്കണ്ട. ബോസ്, ഞാൻ പറഞ്ഞില്ലേ ബോസിനെ പിടിക്കാൻ എളുപ്പവുമാണ്, ബുദ്ധിമുട്ടുമില്ല എന്ന്. ബോട്ട് ഇതേ എത്തിക്കഴിഞ്ഞു. മേയർ സാറേ, ഇതാ ജോണും അവന്റെ കൂട്ടരും. താങ്ക് യു മോട്ടു പത്ലു, നിങ്ങൾ വളരെ ധൈര്യശാലികളാണ്. ഇവന്മാരെ ഞാൻ വെറുതെ വിടില്ല. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആ തീ അണയ്ക്കണം. മുകളിൽ തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ആരെങ്കിലും രക്ഷിക്കൂ. രക്ഷിക്കണേ. എന്നെ ആരെങ്കിലും രക്ഷിക്കൂ. അല്ല, അത് നമ്മുടെ സർവന്റ് ആണല്ലോ. നിങ്ങൾ ആരെങ്കിലും പോയി ഒന്ന് രക്ഷിക്കൂ. വേഗം പോയി രക്ഷിക്കൂ, പ്ലീസ്. നിങ്ങൾ എന്നെ രക്ഷിക്കാനാണോ വന്നത്? നന്ദി, ഒരുപാട് നന്ദി. പെട്ടെന്ന് ആ തീ എങ്ങനെയും അണച്ചേ പറ്റൂ. എന്താടാ ഈ കാണിക്കുന്നത്? ഞാൻ ജയിലിലേക്ക് വരില്ല. നിങ്ങൾ എല്ലാവരും എന്നെ രക്ഷിക്കാനാണോ വന്നത്? എല്ലാവർക്കും നന്ദി. ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ ആരെഞ്ഞ് രക്ഷിക്കാ? ഹെൽപ്പ് മമ്മി, രക്ഷിക്കണേ. എന്നെ രക്ഷിക്ക, എന്നെ രക്ഷിക്ക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷിക്ക. മോട്ടു പത്ലു എന്നെ രക്ഷിക്ക. ജോണെ, തീ വെച്ചവൻ നീയല്ലേ, അപ്പൊ അനുഭവിക്ക്. സോറി, ഇനി ഞാനിങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല. ദയവായി എന്നെ രക്ഷിക്ക, പ്ലീസ്. മോട്ടു, ഞാൻ നിന്നോട് ഇങ്ങനെ തീ അടയ്ക്കാനല്ല പറഞ്ഞത്. നല്ല മണം. സമൂസ, 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 സമൂസ. ഇവിടെ എവിടെങ്കിലും സമൂസ വെച്ചിട്ടുണ്ടോ? അതെ, അടുക്കളയിലുണ്ട്. ഞാൻ ഇനിയും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ തീ ആളി പടർന്നത് കൊണ്ട് അത് പാകമായിട്ടുണ്ടാവും. സമൂസ, സമൂസ. പത്ലു, നല്ല രസമുണ്ടായിരുന്നു. നല്ല ചൂടുള്ള സമൂസ കഴിച്ചപ്പോ. മോട്ടു സമൂസ കഴിച്ചില്ലേ, പണി തുടങ്ങിക്കോ. മോട്ടു, ഇപ്പൊ അവരടിക്കാനുള്ള സമയമല്ല. അടിക്കല് നിർത്തിയിട്ട് തീ അണയ്ക്കാനുള്ള വഴി നോക്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല എന്റെ പത്ലു. നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. എന്താ ചെയ്യാ? ഐഡിയ.
ഇത് വെച്ചൊരു പണിയുണ്ട്. മോട്ടു വയറിനകത്ത് എത്ര വെള്ളം കേറ്റാൻ പറ്റുമോ അത്രയും വെള്ളം കേറ്റിക്കോ. എനിക്കതിന് ദാഹിക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ വെള്ളം കുടിക്കുന്നേ? നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ നീ കുടിച്ചോ. മോട്ടു, ഞാൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്യേ ഇപ്പോ. ഓക്കെ ഓക്കെ, അതിനെന്തിനാ കിടന്ന് നിലവിളിക്കുന്നേ? മോട്ടു പറ്റുന്നത്ര കുടിച്ചിട്ട് പുറത്തേക്ക് തുപ്പി തീ അണയ്ക്കാൻ നോക്ക്. നന്ദി, വളരെ നന്ദി, വളരെ നന്ദിയുണ്ട് മോട്ടു സാറേ. മോട്ടു പത്ലു, നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാൽ അത് ഒരിക്കലും മതിയാവൂല. നിങ്ങൾ ഇന്ന് ഇത്രയും ആളുകളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ജോണിനെ അവന്റെ കൂട്ടാളികളെയും പിടിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സർക്കാരിൽ നിന്നും ധീരതയ്ക്കുള്ള പുരസ്കാരം വാങ്ങിത്തരും. ഇനി ഇവിടെ തീ പിടിക്കുന്നതിന് മുമ്പ് എന്നെ ജയിലിലേക്ക് കൊണ്ടുപോ, ജയിലിലേക്ക് കൊണ്ടുപോ. ഓ, ഈ പട്ടി നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലല്ലോ. എപ്പോ നോക്കിയാലും കുറച്ചുകൊണ്ട്. ഞാൻ പോയി എന്തോ നോക്കിട്ട് വരാം. ഒന്ന് നിക്ക്. ആ നായിന്റെ കയ്യിൽ നിന്ന് കടി വാങ്ങിക്കൊണ്ട് എന്റെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ പറഞ്ഞ്? ഞാൻ കരഞ്ഞോണ്ട് നിന്റെ അടുത്തേക്ക് വരുമെന്നോ? Watch India's largest kids library only on Geo Hotstar. Download the app now.